ഹായ്, ഇന്ന് നമുക്ക് അലൈനറിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ആദ്യം നമ്മൾ പേഷ്യന്റിന്റെ പല്ലുകൾ സ്കാൻ ചെയ്യും. അതിനുശേഷം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വീഡിയോ നിർമ്മിക്കും. ഇത് പേഷ്യന്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പേഷ്യന്റിന്റെ ആവശ്യാനുസരണം നമുക്ക് ഈ പ്ലാനിൽ ട്രീറ്റ്മെന്റിൽ മാറ്റം വരുത്താവുന്നതാണ്. ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഓരോ സ്റ്റേജും ഡിസൈൻ ചെയ്യുന്നത്. ഇത് 3D പ്രിന്റ് ഉപയോഗിച്ചിട്ട് ഓരോ സ്റ്റേജിന്റെ മോഡൽ തയ്യാറാക്കുന്നു. അതിനുശേഷമാണ് ഒരു പ്രഷർ മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഓരോ സ്റ്റേജും വരുന്നതിന്റെ അലൈനറിലേക്ക് രൂപപ്പെടുത്തുന്നത്. മെറ്റീരിയലിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഓരോ ട്രേയും 10 മുതൽ 15 ദിവസം കഴിയുമ്പോഴും മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ലാസ്റ്റ് അലൈനർ വരെ ഈ ഒരു പ്രൊസീജിയർ തുടരണം. അവസാനത്തെ അലൈനർ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ട്രീറ്റ്മെന്റും കഴിയുക. ഓരോ കേസ് അനുസരിച്ചും കേസിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചും ട്രേകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അതായത് ഒരു 6 മുതൽ 60 ട്രേകളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഈ ട്രേകൾ നമുക്ക് ആദ്യത്തെ അലൈനർ പല്ലിലേക്ക് വെക്കുവാൻ വേണ്ടിയിട്ട് ഓരോ പല്ലിനും ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പേഷ്യന്റിന് വേണമെങ്കിൽ നമുക്ക് ഈ കിറ്റ്, അതായത് ഫുൾ അലൈനേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് പൂർണ്ണമായിട്ടും പേഷ്യൻസിന് തന്നുവിടാം. ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റിഫൈൻമെന്റ് ട്രേസ് അവൈലബിൾ ആണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെയാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത റീറ്റെയിനർ, ഇതിനുള്ളിൽ കിറ്റിനുള്ളിൽ തന്നെ റീറ്റെയിനർ ഉണ്ടാവും. ഈ റീറ്റെയിനർ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. മുഴുവൻ കിറ്റും പേഷ്യന്റ് ആവശ്യമെങ്കിലും ആദ്യം തന്നെ നമുക്ക് തരുവാൻ കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പാർട്ടായിട്ട് നമുക്ക് അലൈനേഴ്സ് കളക്ട് ചെയ്യാം. ഈ പേയ്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഫുൾ പേയ്മെന്റ് അടച്ചും അലൈനേഴ്സ് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് അതിലും ഇൻസ്റ്റാൾമെന്റ് അവൈലബിൾ ആണ്. അലൈനർ ആർക്കും ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. എന്നാൽ പിന്നെ വൈകിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ?